ഓ, അപ്പൊ ഹോസ്റ്റലും അടുത്തു അല്ലേ? മാഡം എത്തിയിട്ടുണ്ടെന്ന് അമ്മാവൻ ഫോൺ ചെയ്തിരുന്നു. ഒന്ന് മുഖം കാണിക്കാമെന്ന് വെച്ച് വന്നതാ. സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനെ കാണാൻ ചിലപ്പോ കോളേജിൽ വരും. ഇനി വരുമ്പോ ഹോസ്റ്റലിൽ വന്ന് കാണാം. ഓ ചെല്ല്, 2 കൊല ഏത്തപ്പഴം കൂടെ കാഴ്ചവെക്കും. കേരള വണ്ടിയിൽ അഡ്വാൻസ് നോട്ടീസ് ഇല്ലാത്ത വരവല്ലേ? നേരത്തെ ഫിക്സ് ചെയ്തൊരു പാർട്ടിയുണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. അനിയത്തി ഉണ്ടല്ലോ, ഹോസ്റ്റൽ ഗോസിപ്പ് പറഞ്ഞിരിക്കട്ടെ. ഞാൻ നേരത്തെ വരാം. ഇന്ന് ഏതായാലും പ്രിയതമനെ മറ്റൊരിടത്തും തങ്ങിക്കാതെ ഞാൻ വീട്ടിലെത്തിക്കാം. എടാ അലവനതി, കൊല്ലന്റെ വീട്ടിൽ തന്നെ വേണോ സൂചി കച്ചവടം? കേറ് കേറ്. മമ്മി എപ്പോഴും വരുമ്പോ ലേറ്റ് ആവാറുണ്ടോ? സായി ഭജനയല്ലേ, തീരുമ്പോഴേ വരൂ. ചിലപ്പോ ചന്ദ്രാട്ടം കൊണ്ടുവരും. ദീപാരാധനയ്ക്ക് സമയമായി, വാ പോവാ. ഞാൻ വരുന്നില്ല, മമ്മി നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. വാ മോളെ, വാശി പിടിക്കാതെ. ഈ പുഴയും പാടവും അമ്പലവും നീയും എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് മോളെ, നിനക്കതറിയില്ല. മോള് വന്നെന്ന് ചന്ദ്രൻ പറഞ്ഞു. ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞു. എന്ന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ലോ ഹോസ്റ്റലിലോട്ട് പോയത്. അത് ഞാൻ പറഞ്ഞില്ല. സോറി മാഡം, അടിയന്റെ പഴമനസ്സിൽ തോന്നിയോണ്ട് പറഞ്ഞത്. എന്നാ വാ വീട്ടിൽ പോ. അല്ല, നിങ്ങൾക്കൊല്ല ആഹാരം കഴിക്കണ്ടേ? ചോറ് വിളമ്പാൻ പറയാം. ചേട്ടാ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇങ്ങോട്ട് വാ. ചേട്ടാ, എത്തിക്കാൻ വയ്യല്ലേ? കള്ളൻ. ഒരുപാടായി നോക്കി തീർന്നില്ലേ? നിനക്കിതൊന്നും കാണണമെന്നില്ലേ? അയ്യേ, എനിക്ക് അതല്ലേ തന്നെ. ദിസ് ഈസ് ലൈഫ്, ദി എൻജോയ്മെന്റ്. എനിക്ക് അത്തരത്തിലുള്ള എൻജോയ്മെന്റും വേണ്ട, ആ ലൈഫും വേണ്ട. നമുക്ക് ചുറ്റുമുള്ള ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാ കഴിയണത്? നീ പോയി അന്വേഷിക്കും. പൂർണ്ണ സംതൃപ്തി, അതാണ് സെക്സിന്റെ മതം. ഡു യു ഫോളോ മീ? നോ. എങ്കിൽ പോയി കിടന്നോളൂ. പുസ്തകം തരൂ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. മാഡം ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എങ്കിൽ വാ.
സ്ലിപ്പ് എഴുതാട്ടെ മാഡം. കമാ. ഐ ടേക്ക് ഇറ്റ് ആസ് ആൻ ഇൻസൾട്ട്. നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. എന്നെ ബലാത്സംഗം ചെയ്യാനുള്ള കരുത്ത് നേടാനല്ലേ നിങ്ങൾ കുടിക്കുന്നത്? എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നീ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നതെന്ന് എന്റെ സ്നേഹിതന്മാർ എന്നോട് പറയുന്നു. അതും ഞാൻ സഹിക്കും. സത്യമല്ലേ അവർ പറയുന്നത്? ഞാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ഭാര്യയാകാം. പക്ഷെ ഒരു തെരുവ് പെണ്ണായി പെരുമാറാൻ എനിക്കാവില്ല. ഇരിക്കൂ. താൻ എന്താ എന്നോട് പോലും പറയാതെ കടന്നു കളഞ്ഞത്? സാധാരണ പിള്ളേര് ക്ലാസ് ഉള്ളപ്പോ ഹോസ്റ്റലിലും ഇല്ലാത്തപ്പോ വീട്ടിൽ പോലും ആ പതിവ്. താൻ തലതിരിഞ്ഞതാ. തനിക്ക് എന്ത് പറ്റി? ഇവിടെ നിൽക്കുമ്പോ തോന്നും വീട്ടിൽ പോണെന്ന്. വീട്ടിൽ ചെല്ലുമ്പോ എങ്ങോട്ട് പോരുന്നു. താനൊരു വിചിത്ര ജീവിയാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. സ്വപ്നം കാണുന്നവർക്ക് ഇതും ഇതിലപ്പുറവും തോന്നും. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയായിരുന്നു. ഉറങ്ങിയില്ലേ? എന്തെന്നാ എഴുതുന്നത്? ഒരു കഥ. കഥ എഴുതാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഈ ആഴ്ച അച്ചടിക്കേണ്ടതാണ്. ഞാൻ തിരികെ വരുമ്പോഴേക്കും കിട്ടണം. എന്തിനാ കോഴിക്കോട്ട് പോണത്? പോണ്ട പ്രദീപ്. പോണം. എന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. എപ്പോ വരുന്നു പറഞ്ഞാ എഴുതി വെക്കാം. അത് പറ്റില്ല. ശരി, എഴുതാം. ഓക്കെ.